ഹലോ, അപ്പോൾ ഇത് നിത്യയുടെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാണ്. അത് മാത്രമല്ല എൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ ബ്രൈഡ് കൂടിയാണ് കേട്ടോ നിത്യ. കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നിത്യയ്ക്ക് നേരത്തെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ചെയ്ത് പോകണമായിരുന്നു. അപ്പോൾ നിത്യ ഒരു 12:30 ആകുമ്പോഴത്തേനും, അതായത് ന്യൂ ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിത്യ വീട്ടിലോട്ട് വന്നായിരുന്നു. ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് തന്നെ നിത്യയുടെ കോസ്റ്റ്യൂമും സെറ്റും ഉണ്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മാച്ചായി പോകുന്ന പോലെ ഒരു ഹിപ്പ് ചെയിനും ഇയർ ചെയിനും നെറ്റിച്ചുട്ടിയായിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നിത്യയോട് മേക്കപ്പിനെ കുറിച്ച് വല്ല സജഷൻ ഉണ്ടോ ചോദിച്ചപ്പോൾ ആൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഞാനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ചേച്ചിന്ന്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ആൾ എൻ്റെ കയ്യിലോട്ട് വിട്ട് തന്നിരിക്കുകയായിരുന്നു. നിത്യയുടെ ഫേസിൽ ചെറിയ കളർ കറക്ഷൻസ് ഒക്കെ വേണ്ടി വന്നെങ്കിലും നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിത്യ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ മേക്കപ്പിൽ. അതുപോലെ തന്നെ നിത്യയുടെ ഫ്രണ്ട്സും ഫാമിലീസും അതുപോലെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ക്യാമറാമാനും എല്ലാവരും നല്ല മേക്കപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിത്യയുടെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ വിചാരിച്ചാലും ചേച്ചി അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി, സൂപ്പർ, ഒന്നും പറയാം. അങ്ങനെ നമ്മുടെ നിത്യയുടെ വെഡിങ് ടെമ്പിൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസം നിത്യയുടെ റിസപ്ഷൻ മേക്കപ്പ് കൂടെ നമുക്ക് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്, നിത്യയുടെ ഹസ്ബൻഡിൻ്റെ വീട് കടമ്പഴിപ്പുറമാണ്, അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിഫോർ ലുക്ക് ഇതായിരുന്നു. ഏറെക്കുറെ നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പിലോട്ട് കടന്നായിരുന്നു. അതും സ്കിൻ ടോൺ ആയിട്ട് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. റിസപ്ഷൻ അല്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിന് ചേരുന്ന പോലുള്ളൊരു ലുക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നിത്യയുടെ ഫേസിലുള്ള കുറച്ച് കളർ കറക്ഷൻസ് ഒക്കെ ചെയ്ത ശേഷം ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പ് ആണ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഒരു പിങ്ക് ടോണിലുള്ള ഐ മേക്കപ്പ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കിൻ ടോണിൽ മാറാതെ എന്നെ കുറച്ച് ബ്രൈറ്റ് ആയി തോന്നിക്കുന്ന മേക്കപ്പ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ ഫ്രീ ഹെയർ ആയിട്ട് എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ ഫ്രീ ഹെയർ ആയിട്ട് വിട്ടു കേട്ടോ. അങ്ങനെ നിത്യയുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇതായിരുന്നു നിത്യയുടെ റിസപ്ഷൻ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നിത്യയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് ഞാൻ ഇതിൽ കൊടുക്കാം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വരാൻ പോകുന്ന ബ്രൈഡ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ bye, see you.